നമുക്കിന്ന് വൈകുന്നേരം ചക്കപ്പുഴുക്കും ചിക്കൻ കറിയും ആട്ടോ. നല്ല കുഴകുഴാ വെന്ത ചക്കപ്പുഴുക്കും നല്ല വറുത്തരച്ച ചിക്കൻ കറിയും കൂട്ടി ഒന്ന് കഴിച്ചാലോ. എങ്ങനെ ഈ ചക്കപ്പുഴുക്കും ചിക്കൻ കറി ഉണ്ടാക്കിയെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. വലിയ എളുപ്പമാണ് ചക്കപ്പുഴുക്കും ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി. ചക്ക ഉണ്ടാക്കുന്നതിന് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക വെട്ടി അരിഞ്ഞ് കിട്ടുക. അത് കഴിഞ്ഞാൽ പിന്നെ ചക്കപ്പുഴുക്കിൻ്റെ അരി ഈസിയാണ്. എനിക്ക് അനിയനാട്ടോ ചക്ക വെട്ടി തരുന്നത്. സാധാരണ ഇവിടെ കോടാലി ഇട്ടാണ് വെട്ടുന്നത്. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് അവൻ ഇച്ചിരി എസ്തറ്റിക് ആയിട്ട് ഒരു കത്തിയൊക്കെ എടുത്ത് വെട്ടുന്ന കേട്ടോ. കോടാനും കൊണ്ട് വെട്ടുന്ന കുറച്ചും കൂടെ എളുപ്പം. കോടാനും കൊണ്ട് വെട്ടുവാണെങ്കിൽ നമുക്ക് കുരുവും ഇങ്ങനെ പൊട്ടിപ്പോവാണ്ട് നന്നായിട്ട് കിട്ടും. കുരു നമുക്ക് തോരൻ വെക്കാനൊക്കെ എടുക്കാമല്ലോ. ഇവിടെ ഇനി ചക്ക സീസൺ തുടങ്ങി കിട്ടും. ഞങ്ങൾ ഹൈ റേഞ്ചുകാർക്ക് നാട്ടിൽ ചക്ക തീർന്നു കഴിയുമ്പോഴത്തേക്കാണ് ഇവിടെ ചക്ക തുടങ്ങുന്നത്. ചക്ക തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചക്കയോട് ചക്ക. ചക്ക തിന്നാനൊക്കെ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഈ ഒരുക്കിയെടുക്കുക എന്നുള്ള കാര്യം ഇച്ചിരി പാടാട്ടോ. ചക്ക എങ്ങനെ ഒരുക്കണ്ടെന്ന് അറിയത്തില്ലാത്തവർക്ക് ചക്കയുടെ ചുള എടുത്തിട്ട് അതിൻ്റെ തലയും വാലും ആദ്യം ഇങ്ങനെ ചെത്തിക്കളയണം. എന്നിട്ട് ഒരു വര വരഞ്ഞിട്ട് കുരു എടുത്ത് പുറത്തേക്ക് കളഞ്ഞിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ ചക്ക ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞാലും കുഞ്ഞായിട്ട് അരിഞ്ഞാലും ഒരു ആവി വരുമ്പോഴത്തേന് ചക്ക വേകും. ഇത് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലം എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പിടുക. കുറച്ച് ഉപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരാവശ്യത്തിനൊരു ഉപ്പ്. ഞാനൊരു സ്പൂൺ ഉപ്പിടുന്നുണ്ട് കേട്ടോ. അര ചക്ക ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. ഈ ചക്കയ്ക്കാണെങ്കിൽ ഒട്ടും വെള്ളമില്ലാത്ത ചക്കയാണ്ട് കുറച്ച് അധികം വെള്ളം ഒഴിക്കണമായിരുന്നു. അപ്പം ഞാൻ എക്സ്ട്രാ കുറച്ചും കൂടെ വെള്ളം അരപ്പിൻ്റെ കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് വേണം നമുക്ക് കുക്കറിലും വെക്കാം കേട്ടോ. ഇവിടെ നമ്മൾ തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പൊക്കി നോക്കണം. പൊക്കി നോക്കുമ്പോൾ ആവി വരുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് ഒരു അരമുറി തേങ്ങ, കുറച്ച് ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. ചക്കയ്ക്ക് അരയ്ക്കുന്നതിന് ഒതുക്കിയെടുക്കുക എന്നാണ് പറയുന്നത്. ഒന്ന് ജസ്റ്റ് ചതഞ്ഞാൽ മതി. എന്നിട്ട് ഈ ചക്കയുടെ ആവി വന്നതിൻ്റെ മണ്ടയിലോട്ട് ഇതങ്ങ് വെച്ചിട്ട് നമ്മൾ മിക്സിയുടെ ജാറും കൂടെ കഴുകി കുറച്ചും കൂടി വെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട് ഇത് മൂടി വയ്ക്കുക. മൂടി വയ്ക്കുമ്പോൾ നന്നായിട്ട് ആവി വരുമ്പോഴത്തേക്കും നമ്മളൊരു കഷ്ണം എടുത്ത് അറിയത്തില്ലാത്തൊരു തിന്ന് നോക്കുമ്പോൾ ചക്ക എന്തോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചുറ്റിച്ചിട്ട് എന്താ വെച്ചാൽ ചക്ക കുഴച്ചെടുക്കണേ. ഇതിങ്ങനെ 2 കൈ കൊണ്ട് നല്ല ശക്തിയിൽ കുഴക്കണം കേട്ടോ. എങ്കിലേ ചക്ക നല്ല കുഴഞ്ഞു കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ കൂടെ നല്ല കട്ടൻ ചായ ഏറ്റവും നല്ലത്. പക്ഷെ മധുരം ഇടാത്ത ചായയും നല്ല എരിവുള്ള കറിയും ചക്കപ്പുഴുക്കും കൂടെ നല്ല കോമ്പിനേഷൻ ആട്ടോ. നിങ്ങളെല്ലാവരും ചക്ക കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. മിക്കയിടത്തുനിന്ന് ഇങ്ങനെ തന്നെയാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇടുക്കിക്കാർ ഇങ്ങനെയാട്ടോ ഉണ്ടാക്കുന്നത്.